എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു. ആസി എന്താ കാണാൻ വന്നേ? അത് ഈ വൈപ്പ് അത്ര ശരിയാവില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ? എവിടെ? അല്ല, താൻ കയറ്. വാ വാ. എടോ, താനൊന്ന് പള്ളിയിൽ വന്നത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്? അന്ന് പള്ളി കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ വലിയ സർപ്രൈസ്. ഫാമിലി മീറ്റിംഗ് എന്നും പറഞ്ഞ് എൻ്റെ കല്യാണം ഉറപ്പിക്കലായിരുന്നല്ലോ. എന്നോടാരൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനാകെ വല്ലാതായി പോയി. എന്റെ കല്യാണ പർച്ചേസ് റെഡി ആയി കഴിഞ്ഞാ? കാര്യമായിട്ടാണോ? പിന്നെ ഇത് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് 1-2 പ്രാവശ്യം വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ പഠിപ്പ് കഴിയട്ടേന്നാ അന്ന് അവർ പറഞ്ഞത്. ചെക്കൻ അമേരിക്കയിലാ. അപ്പച്ചൻ്റെ കൂടെ സെമിനാരിയിലുണ്ടായിരുന്ന ഫാദറിൻ്റെ മകനാ. അവർ ഫാമിലിയായിട്ട് അടുത്ത മാസം വരുന്നുണ്ട്. അപ്പം മനസ്യൂതിയും മിന്നുകെട്ടും ഒന്നിച്ച് നടത്താനാ അവരുടെ പരിപാടി. ആസിഫിനോടാട്ടോ ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്. ആസിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. തനിക്കറിയാം, എനിക്കും അറിയാം. പിന്നെ നാളെ നമ്മളെ മ്യൂസിക് വീഡിയോ ഇറങ്ങും. കണ്ടിട്ട് അഭിപ്രായം പറയും. പെട്ടെന്ന് കണ്ടിട്ട് സർപ്രൈസ് ആയി പോകണ്ടല്ലോ. ഇടനെഞ്ചാകെ ഒന്നാകെ നിന്നാലെ വല്ലാതുലഞ്ഞ നാളുള്ളാലെ ചൊല്ലി ഞാൻ വിധി എന്നാലും എന്താവുമെന്നോർത്തുവോ. തിരയോളങ്ങളുള്ളാലെ തീരത്തെ സ്നേഹിച്ചിരുന്നോ എന്നാളും അവരെന്നാലും ഒന്നായി മാറിയിടുമോ. എന്താ പറ്റിയ? ഏയ്, എടാ കാര്യം പറ. അത് നടക്കില്ല ചായ. നടക്കില്ലേ? അവളുടെ കല്യാണം ഉറപ്പിച്ചേക്കണ്. അപ്പൊ തേപ്പാണല്ലേ? തേപ്പ് ഉറപ്പല്ലടാ. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനല്ലേ വെറുതെ വരെ നാശിച്ചു പോയി. വേണ്ട ആസി, ഇതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ശീലം? കുടിക്കണോ ചായ? വേണ്ട. എന്തിനാ സങ്കടം മാറ്റാനാണോ? എല്ലാരും സങ്കടം മാറ്റാനാ കൂടി ഉറങ്ങുന്നത്. 3-4 വെക്ക് കഴിച്ച് കഴിയുമ്പോഴേ സങ്കടം അങ്ങ് മാറും. അവസാനം അടിച്ചതിനെ കേട്ട് പോകുമ്പോ പിന്നെ ആ സങ്കടം അവിടെ കിടക്കും. പിന്നെയും കുടിക്കും. അങ്ങനെ അടിച്ചു കുടിയാനാണ്ടോടത്തിന് അല്ല നീ. നിനക്ക് സങ്കടം ഉണ്ട ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കും. അല്ലെങ്കിൽ നിന്റെ വീട്ടിലോട്ട് ചെല്ലേ. അവിടെ ചെന്ന് നിന്റെ ഉപ്പയും ഉമ്മയായിട്ടൊക്കെ കൂടി അവരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയുമ്പോഴേ ഇതൊക്കെ അങ്ങ് മാറും. ഈ സങ്കടമൊക്കെ അങ്ങ് മറക്കും. ഇപ്പൊ തന്നെ അങ്ങ് പോകാൻ നോക്കേ. എടാ വച്ചേ, ഇവനെ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വിടാ. പോയിട്ട് വാ, ഞാൻ വിളിച്ചോളാം. അച്ചായ, നിങ്ങളെപ്പോലെ ഇത്ര അറിവ് ജീവിതാനുഭവം ഉള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ അവനോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. പിന്നെ മണി 11 കഴിഞ്ഞു. ലോകത്തുള്ള വാറ് മുഴുവൻ അടച്ചു കാണും. പോരാത്തിന് നാളെ 1-ാം തീയതി. ഇതിനകത്ത് ആപ്പാടെ ഉള്ളതാണെന്ന് 4 വെക്കും. ഇത് അവൻ അടിച്ചിട്ട് പോയാലേ നാളെ രാവിലെ എന്റെ പറയില്ല, മറ്റേ ഞാൻ എന്നെ എടുക്കും. എൻ്റെ അച്ചായ നീ ഇതുവരെ റെഡി ആയില്ലേ? എന്തിന്? അവളുടെ കല്യാണം. പോണ ഞാനൊന്നുമില്ല. 90% ആണുങ്ങൾക്കും കിട്ടുന്നൊരു ഭാഗ്യമാണ് പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം കൂടുക എന്നുള്ളത്. ആ കല്യാണവും കൂടി വയറു നിറച്ച് ഫുഡും കഴിച്ച് ഓളുടെ കെട്ടിയവരായിട്ടൊരു സെൽഫി എടുത്ത് നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല പട്ടിന്ന് മനസ്സിൽ പറഞ്ഞാല് നമുക്ക് പുറമേ ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് ആൾദോസ്റ്റ് പറഞ്ഞ ഒരാളെയാ. വാ, കറക്റ്റ്. അവൾ മസ്റ്റായിട്ട് പറഞ്ഞോന്ന് പറഞ്ഞല്ലേ? അടിക്കണം. ഇതെന്താടാ മണവാളിന് ഒരുക്കുന്ന പോലെ?
ആ മണവാളനാവേണ്ടതാ, ജസ്റ്റ് മിസ്സായി. എന്നാ ഈ ഷർട്ട് പോരാ. ബട്ടണൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ലത്. ഇത് മതി. ഓക്ക് തോന്നണം മിസ്സായത് നിനക്കല്ല, ഓക്കാണെന്ന്. പിന്നെ നിന്നെ മാത്രല്ല, നിന്റെ ഉമ്മയുടെ ബിരിയാണിയും നെയ്ച്ചോറും ചട്ടിപ്പത്തിരിയും ഒക്കെ. ചട്ടിപ്പത്തിരിന്റെ കാര്യത്തിൽ മിസ്സായ ഭാഗ്യം കേട്ടോ. കഴിഞ്ഞ ആഴ്ച പമ്പം പരാജയമായിരുന്നു. ഇനി ചട്ടിപ്പത്തിരിയും ചോദിച്ചോണ്ട് പോവാ, ചട്ടി കമത്ത എന്റെ തലയിൽ. ഇപ്പൊ ഒരു മൊഞ്ചനായിക്കണ്. ചെല്. ആ